എന്നെയാണോ? വരട്ടെ, കൊണ്ടുവരട്ടെ, കൊണ്ടുവരട്ടെ. എടേ, ഒരുത്തരൊരു സാധനം കൊണ്ട് തരും. അത് ഏതെങ്കിലും ആവട്ടെ, വലിയ പോ ചെറുതോ ഒന്നും നോക്കണ്ട. അവനൊരു സാധനം കൊണ്ട് തരും, എന്തെങ്കിലും ആവട്ടെ. അത് അവനും സെയിം ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്യുന്നതല്ലേ. അവനൊരു സാധനം കൊണ്ടുവന്നപ്പോൾ മേടിക്കാൻ അങ്ങനെ ബുദ്ധിമുട്ടാണ്. ജയരാജ് ചീ വന്നാലേ മേടിക്കാം. ജയരാജ് ചീ ഏതെങ്കിലും ജയരാജ് ചീ കണ്ട് അങ്ങനെ കുറേ വട്ടം നോക്കുന്നുണ്ട്. എന്നിട്ട് ആ മൈൻഡ് ചെയ്ത് കയറി കഴിഞ്ഞിട്ട് പറയുവാണ്, ഞാൻ ഒന്നും കണ്ടില്ല, ആസിഫിനെ കണ്ടില്ല, ആസിഫ് നേരത്തെ പോയി ഇരുന്നായിരുന്നു പോലും. നമ്മളൊക്കെ പിന്നെ പൊട്ടന്മാരാണ്. മെഴുക്കല് ഏതോ ഒരു തീട്ട അവാർഡിന് വേണ്ടിയിട്ടാണ് ഈ മെഴുക്കൽ കാണിക്കുന്നത്. മൊത്തം തീട്ടൊരു അവാർഡ്, 4 പേര് പോലും അറിയത്തില്ല. ആ ഒരു അവാർഡ് മേടിക്കാൻ വേണ്ടി ഇപ്പോൾ ഇത്രയും ഒരു ഷോ. അത് അവൻ തൊട്ടപ്പുറത്തിരിപ്പുണ്ട്, എന്നിട്ട് അവൻ കണ്ടില്ല പോലും. നമ്മളൊക്കെ പൊട്ടന്മാരില്ലേ, നമുക്ക് മനസ്സിലാവത്തില്ല. നമ്മൾ അരിയല്ലോ തിന്നുന്നത്, തീട്ടവാ തിന്നുന്നത്, അതുകൊണ്ട് പിന്നെ നമുക്ക് മനസ്സിലാവത്തില്ല. എന്നിട്ട് നമ്മൾ മെഴുക്കലാണ്, അയ്യോ ഞാൻ കണ്ടില്ല, കണ്ണുമട്ടനാണല്ലോ ഞാൻ കണ്ടില്ല, അയ്യോ ആസിഫയുടെ ഇരിപ്പുണ്ടായിരുന്നു. എന്നിട്ട് തൊട്ടപ്പുറത്ത്, കാരണം അവൻ്റെ തൊട്ടപ്പുറത്ത് വന്ന് നിന്നിട്ട് മറ്റേ അവന് ഷെയ്ക്കാൻ കൊടുത്തിട്ട് ഇതുപോലെ ഒരു മേച്ച പരിപാടി. അല്ലെങ്കിൽ ഈ കവമാരൊക്കെ ഇങ്ങനെ ഇടും, പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ കവമാരെല്ലാം ഇങ്ങനെ കാണിക്കുന്നുണ്ട്. വലിയ സംഭവം എന്നാണ് അവൻ്റെ വിചാരം. ഇവൻ്റെ പാട്ടുകളും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കണം. ആകെ അറിയാവുന്ന 1-2 പാട്ടൊക്കെ ഞാൻ ലിസ്റ്റിൽ കണ്ടുള്ളൂ. അത് 1-2-3 സിനിമയിലൊക്കെ അത് 2-3 പേരോടാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഈ പരിപാടിയാണ് കാണിക്കുന്നത്. എടാ, നിനക്കാണ് അറിയാവുന്ന ഒരു 4-5-6 പാട്ട് പോലും ഇല്ല. ഇത് 13-14 പാട്ട് ഞാൻ കേട്ടിട്ട് പോലും ഇല്ല. അറിയാവുന്ന 1-2 സിനിമ, ഒന്ന് മറ്റേ മൊയ്തീനാന്ന് തോന്നുന്നു, വേറെ സിനിമയാണ് മഴവില്ലോ, എന്തേലും പാട്ട്, മകൾക്കെന്ന് പറഞ്ഞ സിനിമ, 2 സിനിമ. ബാക്കിയൊക്കെ എനിക്ക് ഏതാണെന്ന് പോലും അറിയത്തില്ല, ബാക്കി നോക്കിയിട്ട് കണ്ടിട്ട് പോലും ഇല്ല. എന്നിട്ട് ഇവന് ഇത്ര അഹങ്കാരം. നിനക്ക് രാഷ്ട്രപതി തരാൻ വരും അവാർഡ്, അതുപോലെ രാഷ്ട്രസേവനോ ഭയങ്കരമായിരുന്നല്ലോ. കോട്ടും കതറൊക്കെ ഇട്ട് നടന്നാൽ പോരാ, മനസ്സിനകത്തിലൊക്കെ നല്ല നന്മയൊക്കെ വേണം. ആ മനുഷ്യൻ തിരിച്ചിട്ട് ആണ് പോയത്. വേറെ വല്ലവരും ആണെങ്കിൽ നീ പോടാ എന്ന് പറഞ്ഞു വിട്ടേനെ. അങ്ങേരായിട്ട് ഈ വീഡിയോ നോക്കിയാൽ മതി. അടുത്തൊരു അപരാധമാണ്. ഇതെല്ലാം കൂടെ വെച്ചിട്ട് സാഡ് BGM, അത് ഇവിടെ തൂമ്പിയോ, ഇത് വെറുപ്പീരാടോ. പറയണ്ട, ഏതോളാണോ പറിച്ചു വിട്ടേ മോളെ, ഭയങ്കര പുറട്ടുണ്ട്. ഇങ്ങനൊന്നും ചെയ്യരുത്. അൽപ്പൻ, കറക്റ്റ് അൽപ്പൻ, കോട്ടും സൂട്ട് വിട്ട് വന്നിട്ട് ദാസേട്ടനാന്ന് തോന്നുന്നു, ചുമന്ന കൂട്ടിട്ട് ദാസേട്ടനാന്ന് തോന്നുന്നു. അല്ല, അതുപോലെയൊക്കെ ഉണ്ട് അല്പത്തരവും പരിപാടികളും ഒക്കെ. മറ്റേ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഫോൺ വലിച്ചെറിയുക, അനുവാദം ചോദിച്ച് ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ ഫോൺ വലിച്ചെറിയുക, അതുപോലെ വെടത്തരങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. ഈ സംഗീതമുള്ളവന്മാരെ മിക്കതും ഇങ്ങനെ തന്നെ. ഒരു മനുഷ്യനെ മനസ്സിലാക്കാൻ കഴിയാത്തവനൊക്കെ ഇവൻ എന്തൊക്കെ പാട്ടുണ്ടാക്കുമെന്ന് ഈ പറയുന്നത്. എനിക്കിറങ്ങും ഇവന്മാരൊക്കെ എന്തോ വടത്തരമാണ്. എന്നിട്ട് അവൻ്റെ ഒരു പ്രതികരണ വീഡിയോ ആണ്, അത് അതിനേക്കാളും വലിയ കോമഡി. MD സാറുമായിട്ട് നാഷണൽ ലെവലിൽ പാട്ട് ചെയ്യുന്നത് ആദ്യം MD സാർ ഡയറക്റ്റ് ചെയ്തിട്ടാണ്. ആ ഒരു റിലേഷൻ ഉള്ളത് കൊണ്ടാണ് ഞാൻ പോണത്. അപ്പോൾ 3-4 തവണ എന്നെ വിളിക്കുകയും ചെയ്തു. അശ്വതി ആ ഒരു ഗ്യാങ് അവർ വിളിച്ചിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു മൊമെൻറ്റോ കാര്യങ്ങളൊന്നും അല്ല, ഇതിൻ്റെ ടൈറ്റിൽ റിലീസാണ് ആക്ച്വലി. ആ റിലീസ് എല്ലാവരും ഉണ്ട്, മമ്മൂക്കിയുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഇതിലുള്ള ഓരോ ഇത് ആൻഡോളജി ആണല്ലോ. ഈ ആൻഡോളജിയിൽ എല്ലാവരുടെയും ലവന്മാരോടുള്ള ചൊരുക്ക്, ഇവനെ മറ്റേ സ്റ്റേജിൽ എന്തോ വിളിച്ചില്ല, ലവന്മാരോടുള്ള ചൊരുക്ക് ഇവനെ ആസിഫിലൂടെയാണ് തീർത്ത് കാണിച്ചത്. ആ കലിപ്പ്. എന്നിട്ട് അങ്ങനെ ഇത് മെഴുകുക. പിന്നെ ക്രൂസിലുള്ള മറ്റേ ജയരാജി കൊടുത്താലേ അവനങ്ങ് ആക്കത്തുള്ളൂ, അല്ലെങ്കിൽ ആസിഫിലൊന്നും കൊടുക്കാൻ. ആസിഫ് അലി പുതുതായിട്ട് വന്നതല്ലേ, കൊച്ചവനല്ലേ, ചെറിയവനല്ലേ, അവൻ കൊടുത്ത് ഒക്കൂല. ഇനി ഈ ജി എന്നൊക്കെ വിളിക്കുന്നുണ്ട്, ഇനി ആസിഫ് അലി ആയതുകൊണ്ടാണോ പ്രശ്നമെന്ന് പറഞ്ഞുകൂടാ. ഡയറക്ടേഴ്സിൻ്റെ ഇപ്പോൾ അതിൽ ജയരാജിയുടെ ക്രൂസാണ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ അതിൽ ഓരോ ഡയറക്ടേഴ്സിനെ വിളിക്കുമ്പോഴും മ്യൂസിക് ഡയറക്ടർ കമ്പോസേഴ്സിനെ വിളിക്കുന്നുണ്ട്. അതിൽ മ്യൂസിക് കമ്പോസേഴ്സിൻ്റെ ഇതുപോലൊക്കെ അല്പന്മാരൊക്കെ ഓരോ എന്തെങ്കിലും അവാർഡൊക്കെ വേണം, എന്തെങ്കിലും ചെയ്തിട്ടാണ് അവാർഡ് മേടിക്കുന്നത്, കുഴപ്പമില്ല. 2-3 പാട്ടുകളൊക്കെ ചെയ്തു, എന്നിട്ട് ഈ 4 പോലും അറിയാത്ത അവാർഡിന് വേണ്ടിയിട്ടാണ് ആലോചിക്കുമ്പോഴാണ്. എല്ലാവരും അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം ജയരാജ് വിളിച്ചപ്പോൾ എൻ്റെ പേര് മിസ്സായിപ്പോയി. അതെങ്ങനെ മിസ്സായി എന്നറിയില്ല, മിസ്സായിപ്പോയി. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനഃപൂർവ്വം അവോയ്ഡ് ആക്കി. നിന്നെ മനസ്സിലായില്ലേ, ഈ അല്പ സ്വഭാവമാണ് നിന്റെ. സ്റ്റേജിലൊക്കെ ഇട്ട് ഇതിനേക്കാൾ വെള്ളത്തിൽ കാണിക്കും, അതുകൊണ്ട് നിന്നെ മനഃപൂർവ്വം മാറ്റി നിർത്തി. ഇപ്പോൾ എനിക്ക് മനസ്സിലായല്ലോ. അല്ല, നാച്ചുറലി നമുക്ക് ഫീൽ ആവുമല്ലോ. നിന്റെ ഈ പരിപാടി കണ്ടിട്ട് നാട്ടുകാർക്ക് മൊത്തം നിന്നോട് കലിപ്പുണ്ട്, ഫീലിങ്സ് ഉണ്ട്. ഫീലിങ്സ് പുറത്തെടുക്കാൻ സമ്മതിക്കില്ല. നിന്റെ ഒരു ഫീലിംഗ് ചിന്ത അവിടെ വന്നു. ഇങ്ങനെ നമ്മളൊരു അനുഭവിച്ചു കരഞ്ഞു മെഴുകി. അവനെ വിളിക്കാത്തതുകൊണ്ട് നമുക്ക് കരഞ്ഞങ്ങ് മെഴുകി. അത്രയ്ക്ക് വിഷമമായി പോയി പോലും. പോട്ടെ, സാരില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് തിരുവനന്തപുരത്തേക്ക് വരണം, ഇന്ന് രാവിലെ വർക്കുണ്ട്, തിരുവനന്തപുരത്തേക്ക് എത്തണ്ട. അപ്പോൾ ഞാൻ അശ്വതി എടുത്ത് പറഞ്ഞു ഞാൻ പോകട്ടെ. അപ്പോൾ ഒരു കാര്യമുണ്ട്, തമാശ രൂപത്തിൽ പറഞ്ഞു, ജയരാജിയുടെ പടത്തിൽ ഞാനും കൂടെ ഉണ്ടായിരുന്നല്ലോ, ഞാനും കൂടെ പറക്കിയതല്ലേ അല്പൻ. പിന്നെ എന്താ അല്പനാന്ന് ചോദിച്ച് മേടിക്കുന്ന അവാർഡ് എന്ന് പറഞ്ഞപ്പോൾ അയ്യോ സാറിനെ വിളിച്ചില്ലെന്ന് വെച്ചു. ഞാൻ പറഞ്ഞില്ല, വിട്ടുപോയതാണെന്ന് തോന്നുന്നു. സാരില്ല, പോട്ടെ, സാരില്ലെന്ന് പറഞ്ഞപ്പോൾ അല്ലല്ല എന്ത് പരിപാടിയാണ് നടന്നത്, എന്തിനാ ഈ അവാർഡ് കൊടുത്തെന്ന് മനസ്സിലായില്ലോ.
എന്ത് തേങ്ങയ്ക്കാണ് അവാർഡ് കൊടുത്തത്? ഇവരൊക്കെ എന്ത് മറച്ചു വിട്ടെന്ന് അറിയത്തില്ലല്ലോ. എടാ ആയിലുണ്ടെന്ന് അയച്ചു നോക്കട്ടെ എന്തോ. ആസിഫ് അലി അവിടുന്ന് വിളിക്കുന്നു. അപ്പോഴേക്കും ചില ആൾക്കാർ, ഞാൻ സ്റ്റേജിലല്ല ഉള്ളത്, സ്റ്റേജിലാണെങ്കിൽ അങ്ങ് ഉണ്ടാക്കി എല്ലാവരും കണ്ടേനെ. മനസ്സിലാക്കണം, ഞാൻ സ്റ്റേജിലല്ല. സ്റ്റേജിലാണെങ്കിൽ എനിക്ക് ആര് വരുന്നു കാണാൻ നിറച്ച ആൾക്കാരുണ്ട് അതിന്റെ കൂട്ടത്തിൽ. അവൻ അടുത്ത് വന്ന് നിന്നിട്ട് കണ്ടില്ല പോലും. ഒരുത്തൻ അടുത്ത് വന്നിരുമ്പോൾ അവനെ മൊത്തം നോക്കണ്ടേ നീ ആ വീഡിയോ എടുത്ത് നോക്ക്. എന്തിടാ സാധനം, ആ വീഡിയോ കയറ്റി നോക്കണം. അവന് അടുത്ത് വന്നപ്പോഴത്തേക്ക് എന്തിടാ വീഡിയോ അടുത്ത് വന്നിട്ട് വീഡിയോ ഒക്കെ നോക്കാ മുന്നിസെ നോക്ക്. അടുത്തൂടാണ് പോണത്. അത് ലാസ്റ്റ് അവൻ ഷെയ്ക്കാൻ കൊടുക്കാൻ വരുമ്പോഴത്തേക്ക് പോലും അടുത്ത് നിൽക്കുകയാണ്. ആസിഫ് അലി വന്നെന്ന് അറിയാം, അടുത്ത് നിൽക്കുകയാണ്. അത് ഏതവനായിട്ട് പോട്ടെ, ആസിഫ് അലി ആകട്ടെ, ആരിലും ആട്ട് കണ്ടിട്ടുമുണ്ട്, അല്ല ഏതെങ്കിലും ആട്ട്, ചെറിയവനെ വലിയ ആരിലും ആട്ട് വന്നിട്ട് അടുത്ത് നിൽക്കുന്നു. ഉടനെ അവർ സാധനം തന്നില്ലേ, ഒന്ന് നോക്കുമെങ്കിലും അവന് ചെയ്യാമല്ലോ, ഒന്ന് തട്ടുവോ പുറത്തോട്ടോ എന്തെങ്കിലും ചെയ്യാമല്ലോ. അത് പോലും ചെയ്യുന്നില്ല. അതിനുള്ള ബേസിക് മാനേഴ്സ് എൻ്റെ പൊന്ന് അപ്പൂപ്പ ഒന്ന് കാണിയില്ല. ഇത് ചൂണ്ടിയൊക്കെ കാണിക്കുന്നു. കടക്ക് പുറത്തായിരിക്കും, കടക്ക് പുറത്ത്. അല്പൻ ഉളുപ്പില്ലടാ, ഉളുപ്പ്. എന്നിട്ട് കോണത്തിൽ അവാർഡ് മേടിച്ചിരുന്നിട്ട് വായിത്താളോ. ആസിഫ് അലി കൂടി വരുന്നു. ആസിഫ് അലി എനിക്ക് മൊമെന്റോ തരുന്നു. മൊമെന്റോ ഞാൻ വാങ്ങിക്കുന്നു. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം വെച്ചാൽ ജയരാജ് ഇരിക്കുന്നുണ്ട്, ഇതിൻ്റെ ഡയറക്ടറും കൂടെ നിൽക്കുന്നത് നല്ലതല്ലെന്ന് വെച്ചാൽ അദ്ദേഹത്തെ വിളിക്കുന്നത്. അപ്പോൾ ആസിഫ് അലി തന്നിട്ട് ഡിസപ്പിയർ ആയി അവിടെ തന്നിട്ട് ആസിഫ് അലിക്ക് തോന്നി കാണും ചിലപ്പോൾ ആസിഫ് അലി ഞാൻ മൈൻഡ് ചെയ്തില്ല. അപ്പോൾ എൻ്റെ ആഗ്രഹം മനസ്സിലുണ്ട്. ഇത് ആസിഫ് അലിക്ക് ഉൾപ്പെടെ കണ്ടിരിക്കുന്ന ലക്ഷോപലക്ഷം ജനങ്ങൾക്കും എല്ലാവർക്കും തോന്നുന്നുണ്ട്, നിനക്ക് മാത്രമേ ഉള്ളൂ തോന്നാൻ. അതാണ് മോനെ, നിനക്ക് എന്തോ അസുഖമുണ്ട്, നീ കൊണ്ട് കാണിക്കുന്നല്ലേ. വരട്ടെ. അപ്പോൾ രണ്ടുപേരും വന്നിട്ട് പിന്നെ ആസിഫ് അലിയുമായിട്ട് നമുക്ക് മിങ്കിൾ ചെയ്യാന്നുള്ള രീതിയിൽ ഞാൻ നമ്മളെത്രയോ അവാർഡ് വാങ്ങിച്ചതാണ്. പോയത് അങ്ങോട്ട് ആരും മൈൻഡ് ചെയ്യാതെ ആസിഫ് അലി. ഇതാണ് സംഭവിച്ചത് അവിടെ. അപ്പോൾ ആസിഫ് അലിക്ക് തോന്നി, അല്ലെങ്കിൽ ആസിഫ് അലി കണ്ടു നിൽക്കുന്ന രീതി തോന്നുന്നത് ഞാൻ ആസിഫ് അലിയെ മൈൻഡ് ചെയ്യാതെ പോയി എന്നാണ്. അതെനിക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട് സത്യത്തിൽ. തോന്നിയിട്ടുണ്ടെങ്കിൽ തോന്നുന്നവർക്ക് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഐ എം വെരി സോറി. ഇത്രയൊക്കെ കാണിച്ചു വിട്ടിട്ട് ഈ വെരി സോറി ഇവൻ പറയുന്നത് നിൽക്കട്ടെ, ഇവർ ആദ്യമായിട്ട് ഇത് കാണിച്ചു വിട്ടുന്നതാണ് ഞാൻ വിചാരിച്ചത്. എന്നിട്ട് പിന്നെ നോക്കിയപ്പോഴത്തേക്ക് ഏതോ പൃഥ്വിരാജിന് ഏതോ സിനിമയ്ക്കകത്തിലെ യേശുദാസിനെ പാട്ട് കട്ട് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്ന കേട്ടു. കേട്ടപ്പോൾ ഈ പാട്ട് സിനിമയ്ക്ക് കൊള്ളത്തില്ലെന്ന് പറഞ്ഞു. ഒരു റീസൺ അതാണ്. പൃഥ്വി പറഞ്ഞപ്പോൾ പിന്നെ അവരല്ലേ തീരുമാനിക്കുന്നത്. പൃഥ്വിരാജാണല്ലോ സിനിമ, അല്ലെ പുള്ളി അഭിനയിക്കത്തില്ല, മനസ്സിലായല്ലോ. അപ്പോൾ രമേശ് നാരായണൻ്റെ പാട്ട് വളരെ ദാസേട്ടൻ പോയിട്ട് 2 ദിവസം ഉണ്ടാക്കിയ പാട്ടാണ്. അതിന് ഡയറക്ടറും ആക്ടറും പ്രൊഡ്യൂസറോട് തീരുമാനിച്ചിട്ടാണ്. അത് പിന്നെ ഏത് വലിയ കോൺട്രാക്ടർ ആണെങ്കിലും പാട്ട് കട്ട് ചെയ്യാനുള്ള അവകാശം ഡയറക്ടറും പ്രൊഡ്യൂസറും കൂടാണ്. അവർ വേണം തീരുമാനിക്കുന്നു, എടാ ഈ കോണറിലെ പാട്ട് വേണ്ട അത്രേ ഉള്ളൂ. അത് ദാസേട്ടൻ 10 ദിവസം കടന്ന് പാടിയാലും 100 ദിവസം കടന്ന് പാടിയാലും ദാസേട്ടൻ്റെ പാട്ട് കട്ട് ചെയ്യാൻ പറ്റത്തൊന്നും ഇല്ല കേട്ടോ. ഏതാ പാടിയതാണെങ്കിലും സിനിമയ്ക്ക് വേണ്ടാന്ന് തോന്നുമെങ്കിൽ എടുത്ത് കളയും ചവർ. ദാസേട്ടനാണോ അല്ലെങ്കിൽ ചിത്രയാണോ മറ്റേതാണോ അല്ലെങ്കിൽ കുഞ്ഞവനാണോ ബേബി നയൻതാരയാണോ നോക്കത്തില്ല. ഏതവനാണോ സിനിമയ്ക്ക് വേണ്ടാത്ത കാര്യമാണോ എടുത്ത് കളയണം. അത് ഇഷ്ടപ്പെട്ടില്ല പോലും. എല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ്, എല്ലാ കലാകാരന്മാരും ഇഷ്ടപ്പെടുന്നതാണ്, എല്ലാ കലാകാരന്മാരും ഇഷ്ടപ്പെടുന്നതാണ്. പക്ഷേ നടന്മാരെ അങ്ങോട്ട് ഇഷ്ടമല്ല നടന്മാരെ പിടിക്കുന്നില്ല. നടന്മാരോട്ട് ഉടക്കാം. ഗാനഗന്ധർവന്മാരോടാണ് തോന്നുന്നു താല്പര്യം കൂടുതൽ. ഒരു വർഗീയ രീതിയിലുള്ള ഗാനഗന്ധർവന്മാരോടും ഗാനരചയിതാക്കളോടുമാണ് അന്ന് താല്പര്യം. ബാക്കിയുള്ളവരാരും ഒന്നും സിനിമയിലൊന്നും ചെയ്യുന്നില്ല. ഉമ്മയുടെ പേര് വെച്ച് സിനിമ ഓടിക്കോ, ബാക്കി നമ്മളൊന്നും അറിയണ്ട. ആസിഫ് അലിയുടെ അടുത്ത് ഞാൻ ഐ എം സോ സോറി ആസിഫ് അലി, ഇങ്ങനെ അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഐ എം വെരി സോറി. എന്നിട്ടൊന്ന് കുലീനമാ അങ്ങ് ഇറങ്ങുക. ഏത് കുലത്തിൽ നിന്നാ വരുന്നത്? രൂക്ഷമാണ്. അതുകൊണ്ട് കോമഡി ഉണ്ട്. ബാലയുടെ ലൈറ്റ് ഓർഷനാണെന്ന് തോന്നുന്നു. ഒരു വെപ്രാള കക്ഷിയാണെന്നൊക്കെ തോന്നുന്നു കാണുമ്പോൾ. പക്ഷെ കണ്ട പറയത്തില്ല, നല്ല അല്പനുമാണ്, കയ്യിൽ നല്ല തിണ്ണമെടുക്കുള്ളവരാണ് കണ്ട പറയുള്ളൂ. ഒരു ടെൻഷൻ എനിക്ക് അങ്ങനെയല്ല, ഞാൻ എല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ്. ആ ഒരു കാര്യം കൊണ്ടായിരിക്കാം തോന്നുന്നത്. പിന്നെ ഞാൻ ജയരാജി അവിടുന്ന് വിളിക്കുന്നുണ്ട്. കാര്യം അതിൽ ജയരാജിക്ക് പോലും ജയരാജി വാ അല്ലെങ്കിൽ എന്നെ പിടിച്ച് ഇടിക്കുന്നുള്ള രീതിയിലാണ് അങ്ങനെ വിളിക്കുന്നത്. എന്നിട്ടാണ് ഈ കാര്യം പറയുന്നത്. സ്റ്റേജിലേക്ക് കയറ്റാൻ തോന്നിയില്ലല്ലോ എന്നൊരു മനസ്സിൻ്റെ വിഷമം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കണം ചിലപ്പോൾ ആസിഫ് അലി വന്നു, അതുകൊണ്ടായിരിക്കണം കേട്ടോ, തീർച്ചയായിട്ടും. കാര്യം ആ സമയത്ത് എന്നെ അങ്ങോട്ട് ജയരാജി പോലും വിളിച്ചില്ലല്ലോ. ജയരാജിക്ക് വിളിക്കില്ല, ഞങ്ങൾ ഒരുമിച്ചിരുന്ന് എത്രയോ ദിവസങ്ങളെടുത്ത് വർക്ക് ചെയ്തല്ലേ ഈ പടം. അപ്പോൾ ജയരാജി എങ്ങനെ വിട്ടുപോയി എന്നെ? അപ്പോൾ ആസിഫ് അലി ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ ആ ഒരു രണ്ടുപേരും വരട്ടെ എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. ചെറിയൊരു മോഹമുണ്ടല്ലോ, ചെറിയ നിമിഷമല്ലേ. എല്ലാവരും വരട്ടെ എന്നിട്ട് ആ സാധനം മേടിച്ചിട്ട് നേരെ നടന്നു പോകായിരുന്നു. എല്ലാവരും വരട്ടെ എന്ന് പറഞ്ഞ് നിന്ന് അവിടെ മേടിച്ചാൽ മോന്തയ്ക്ക് പോലും നോക്കിയില്ല. എന്നിട്ട് പോയി എന്താണ് ഈ വായിത്താളൊക്കെ നടിക്കുന്നത്. ഇവിടെ പറയുമ്പോൾ വിശ്വസിക്കാൻ പറ്റാവുന്ന രീതിയിൽ കുറച്ചൊക്കെ ആ വീഡിയോ ഒന്ന് കാണും, എന്നിട്ട് പഠിച്ചിട്ടെങ്കിലും ഒന്ന് പറ, അല്ലെങ്കിൽ ആസിഫിനെ വിളിച്ച് സംസാരിച്ചിട്ട് പറ, ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചത്, ഇങ്ങനെ പറയാമോ? എന്തുകൊണ്ട് എന്നെ മാറ്റണം, അത്രേ ഉള്ളൂ. അത് ഈഗോളവനാണ്. നീ സംസാരിക്കുമ്പോൾ അറിയാമല്ലോ. അവൻ എന്താണ് വലിയ ചെയ്തു കൂട്ടോ, ഒരു പാട്ട് ചെയ്തു, അപ്പം അതിനുള്ള അംഗീകാരം കിട്ടണം. എടാ നീ ആ
ഇപ്പോഴത്തെ പിള്ളേരെ പോയി നോക്കുക, സുഷിൻ ശ്യാം, അനിരുദ്ധ്, അമ്മയുടെയൊക്കെ പാട്ട് ഏഴെടുത്ത് കൊണ്ടു നോക്കാൻ പറയൂ, പറ്റുമോ നിന്റെ പാട്ട്? എന്നിട്ടാണ് ആയിട്ടാണ് ഡയലോഗ് എല്ലാം അറിയാതെ നടക്കുന്നത്, എല്ലാം അറിയാണ്ട. എനിക്ക് തോന്നുന്നു. കാര്യം എന്നെ പോലെ ഒരു സംഗീതം അറിവില്ലായ്മ നടക്കേണ്ട പ്രായമാണല്ലോ, പിഞ്ച് പൈലല്ലേ. മാറ്റി ആവശ്യമില്ല, അവിടുന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ കാര്യമില്ല ആർക്കും. ഞാൻ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആണ്. പിന്നെ എന്നെ സ്വയം പുകഴ്ത്ത് എസ്റ്റാബ്ലിഷ്ഡാ. എത്ര 10 പാട്ട് ചെയ്തിട്ടുണ്ട്, ആണോ എസ്റ്റാബ്ലിഷ്മെന്റ്? എന്ത് ചെയ്ത് നോക്കട്ടെ. അതിനകത്ത് കുറെ 4 പേര് അറിയാവുന്ന ഒരു 10 പാട്ട് നീ എടുത്ത് കാണിക്കും. അതിനകത്ത് കുറെ പാട്ട് ഇതിനകത്ത് കിടപ്പുണ്ട്. അതിനകത്ത് 4 പേര് അറിയാവുന്ന ഒരു 10-20 പാട്ട് നീ എടുത്ത് കാണിക്കും. ഞാൻ നോക്കിയിട്ട് ഒരു തേങ്ങാ കൊലയും കാണുന്നില്ല. എന്താ പറയുക, ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആണെന്ന് പോലും. ഒരു അവസരം കിട്ടിയപ്പോഴത്തേക്ക് അങ്ങ് സെൽഫ് പ്രൊമോഷൻ ആണോ? ഇനി പ്രൊമോഷൻ ചെയ്യേണ്ടി വരത്തില്ല, വീട്ടിലിരിക്കേണ്ടി വരും. അതുപോലെ ഈ മെഴുക്ക് പീസുകളൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ഇപ്പൊ പിള്ളേരൊക്കെ ഇല്ലേ, ഇതിനൊക്കെ പിടിച്ച് ചെയ്തു. അഹങ്കാരം ജോയപ്പോ ഒന്നും കാണണ്ട. അദ്ദേഹം ഞാൻ എത്രയോ ദിവസങ്ങൾ എടുത്ത് വർക്ക് ചെയ്ത പടമാണത്. ബാക്കി ആരും ചെയ്ത് കഷ്ടപ്പാടൊന്നുമല്ല. ഈ ഇവിടുന്ന് എന്റെ സ്റ്റുഡിയോ ഒന്ന് ചെയ്തതാണ്. എത്രയോ ദിവസങ്ങൾ അദ്ദേഹം അപ്പൊ അങ്ങനെ വർക്ക് ചെയ്തു മാറ്റി നിർത്തിയപ്പോൾ അതിന് കിട്ടുമ്പോഴേ അദ്ദേഹം കൂടെ, അതുകൊണ്ടാണ് അദ്ദേഹത്തെ വിളിച്ചത് ഞാൻ. അപ്പൊ ആസിഫ് അലി തന്നു. ആസിഫ് അലി ഐ എം സോ ഹാപ്പി. ആസിഫ് അലി അല്ലേ മോനെ അവിടെ കണ്ടത്. ഇങ്ങനെയാണ് നിന്റെ ഹാപ്പിനെസ് എങ്കിൽ ഒന്നും പറയാനില്ല, സന്തോഷമേ. അപ്പൊ ആസിഫ് അലി അടുത്ത് വാങ്ങിച്ചു. ഈ ഹാപ്പിനെസ് ഇതുപോലെ കാണിച്ചു പോകണമെങ്കിൽ നാട്ടുകാരുടെ മുഴുക്ക ഡെയിലി തെറിവിളി കേൾക്കാം. ഇത് തന്നു കഴിഞ്ഞ പിന്നെ ഞാൻ ജയരാജ് ഒന്നല്ല 2 വട്ടമായി നടന്മാരെ കാണുമ്പോൾ. അപ്പൊ കാണുന്നവർക്ക് തോന്നുന്നു ആസിഫ് അലി അവിടുന്ന് ഞാൻ നെഗ്ലക്ട് ചെയ്തു. ഞാൻ ആസിഫ് അലിയെ നെഗ്ലക്ട് ചെയ്തത് ഞാൻ എന്നല്ലേ തോന്നുന്നു. അത് കാണുമ്പോഴേ അതാണ് സംഭവിച്ചത്. ഒന്നും പറഞ്ഞിട്ടില്ല. ആസിഫ് അലി വലിയ നടൻ തന്നെയാണ്, വളർന്നു വന്നൊന്നുമല്ല. ഈസ് എ വെൽ നോൺ റെപ്യൂട്ടഡ് ആർട്ടിസ്റ്റാണ് അദ്ദേഹം, അല്ലേ? അതെ, എല്ലാവരും വളർന്നു വരില്ലേ കലയിൽ. ആരാണ് പൂർണ്ണനായിട്ടുള്ളത്? ഇത് അങ്ങനെയല്ലോ നിന്റെ പറച്ചിൽ. കുറച്ച് മുമ്പേ പറഞ്ഞു ഞാൻ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആണ്, ഇത്രയും ചെയ്ത് കഷ്ടപ്പെട്ട വർക്കാണ്, ഞാൻ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ദാസേട്ടൻ്റെ പാട്ട് കട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഇപ്പോൾ ഒരുപോലെയാണ്. ഒരു സ്റ്റാൻഡിൽ നിൽക്കുക, രണ്ടും കൂടെ വേണ്ട കേട്ടാ. ഇത് ദാസേട്ടൻ്റെ വേറൊരു വർഷം.